ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബ്ലെൻഡറിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് സ്കെയിൽ ചെയ്യുന്നതെന്നാണ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഇതേ ചാനലിൽ തന്നെ ബ്ലെൻഡറിൻ്റെ ബേസിക് നാവിഗേഷൻസ്, മൂവ് ടൂൾ, റൊട്ടേറ്റ് ടൂൾ ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിനെ പറ്റി ഒരു വീഡിയോ ഇതിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ട് വന്നാൽ ഈ വീഡിയോ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സ്കെയിൽ ചെയ്യാനായിട്ട് ഞാനിവിടെ ക്യൂബ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ മൂവ്, റൊട്ടേറ്റ് അതിന് താഴെ സ്കെയിൽ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അതിൻ്റെ ആക്സിസുകൾ വിസിബിളായിട്ട് വരുന്നതാണ്. അതിലിപ്പം ഈ ബ്ലൂ എന്നുള്ളത് ഇസഡ് ആക്സിസ് ആണ്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഇസഡ് ആക്സിസിൽ എലോങ് ആയിട്ട് ഇവിടെ ഈ ഒബ്ജക്റ്റ് സ്കെയിൽഡ് ആയിട്ട് കാണാൻ പറ്റും. നമ്മളിതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കാനായിട്ട് എൻ കീ പ്രസ് ചെയ്താൽ ഇതിൻ്റെ സ്കെയിലിൽ ഇസഡ് ആക്സിസിൽ വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് കാണാൻ പറ്റും. ഞാനത് സ്ലൈഡ് ചെയ്ത് റാൻഡമായിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാനത് വീണ്ടും 1ലേക്ക് കൊണ്ടുപോകണം. വൈ ആക്സിസിൽ നമുക്ക് മാറിയാൽ വൈ ആക്സിസിൽ ഇത് ചേഞ്ച് ആവും. അതുപോലെ തന്നെ എക്സ് ആക്സിസിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ സെലക്ട് ചെയ്ത് വീണ്ടും 1ലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് എസ് കീ പ്രസ് ചെയ്യുക. നമ്മൾ എസ് മാത്രമേ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് 3 വാല്യൂസും എക്സ്, വൈ, ഇസഡ് എന്നിവ മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഞാൻ വാല്യൂസ് 1 കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻസ് 2 മീറ്റർ ബൈ 2 മീറ്റർ 2 മീറ്റർ എന്നാണ് കിടക്കുന്നത്. ഞാനിതിനെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം സ്കെയിൽ 2 ആക്കുമ്പോൾ ഒരു ഡയമെൻഷൻസും അതിൻ്റെ ഡബിളായിട്ട് മാറിയായിട്ട് കാണാൻ പറ്റും. ഇനി ഞാൻ എസ് പ്രസ് ചെയ്തതിന് ശേഷം എക്സ് ആക്സിസ് പ്രസ് ചെയ്യുകയാണെങ്കിൽ എക്സ് ആക്സിസ് എലോങ് ആയിട്ടായിരിക്കും സ്കെയിലിംഗ് നടക്കുന്നത്. അതുപോലെ തന്നെ എസ് പ്രസ് ചെയ്തതിന് ശേഷം ഇസഡ് ആക്സിസും വൈ ആക്സിസും പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് അതേ ആക്സിസുകളിലാണ് സ്കെയിലിംഗ് നടക്കുന്നത്. ഞാൻ എസ് പ്രസ് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് ഇസഡ് ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ എക്സ് വൈ പ്ലെയിനിലായിരിക്കും സ്കെയിലിംഗ് നടക്കുന്നത്. ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ആക്സിസാണോ പ്രസ് ചെയ്യുന്നത് ആ ആക്സിസ് അല്ലാതുള്ള പ്ലെയിനിലായിരിക്കും സ്കെയിലിംഗ് നടക്കുന്നത്. ഞാനിപ്പോൾ ഷിഫ്റ്റ് വൈ ആണ് പ്രസ് ചെയ്തത്. അതുകൊണ്ട് ഇപ്പം എക്സും ഇസഡും വാല്യൂസാണ് മാറുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഷിഫ്റ്റ് എക്സ് ആണെങ്കിൽ വൈയും ഇസഡും വാല്യൂസാണ് ചേഞ്ച് ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇതിന് മുന്നേത്തെ വീഡിയോയിൽ ഞാൻ ലോക്കൽ ആക്സിസും ഗ്ലോബൽ ആക്സിസിനെ പറ്റി സംസാരിച്ചിരുന്നു. സ്കെയിലിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഇതിൽ കാണാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ലെഫ്റ്റ് വ്യൂയിലേക്ക് പോയതിന് ശേഷം ആർ കീ പ്രസ് ചെയ്ത് ഒരു 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. ഇനി എനിക്ക് ആക്ച്വലി ഈ ഡയറക്ഷനിലാണ് എനിക്ക് സ്കെയിൽ ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ സ്കെയിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങോട്ട് ആക്സിസ് കാണിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഈ ഗ്ലോബൽ എന്നുള്ളത് ലോക്കലായിട്ട് ചേഞ്ച് ചെയ്താൽ ആ ആക്സിസ് ഓറിയൻറ്റേഷൻ ഈ ക്യൂബിൻ്റെ ഫേസിനനുസരിച്ച് മാറുന്നതായിട്ട് കാണാൻ പറ്റും. അത് കാരണം നമുക്ക് ഈ ഇസഡ് ആക്സിസ് യൂസ് ചെയ്ത് നമുക്ക് ഉദ്ദേശിച്ച ഡയറക്ഷനിലോട്ട് സ്കെയിൽ ചെയ്ത് മാറ്റാൻ പറ്റും. ഇനി നമുക്ക് ഇതിന് ലോക്കൽ ഗ്ലോബൽ ആക്സിസ് എങ്ങനെ ചേഞ്ച് ചെയ്ത് സ്കെയിൽ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഗ്ലോബൽ ആക്സിസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി എക്സ് ആക്സിൽ 45 ഡിഗ്രി റൊട്ടേറ്റഡ് ആണ്. ഞാനിവിടെ എസ് പ്രസ് ചെയ്തതിന് ശേഷം വൈ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ഇവിടെ വാല്യൂസ് നോക്കുകയാണെങ്കിൽ വൈ വാല്യൂവും ഇസഡ് വാല്യൂവും ചേഞ്ച് ചെയ്തിട്ട് അറിയാൻ പറ്റും സ്കെയിലിൽ. ആക്ച്വലി ഞാൻ വൈ മാത്രമേ പ്രസ് ചെയ്തിട്ടുള്ളൂ. ഇതിന് കാരണം ഞാനിവിടെ ഗ്ലോബൽ മാറ്റി ലോക്കലാക്കിയാൽ ഇതിൻ്റെ ലോക്കൽ വൈ ആക്സിസും ഗ്ലോബൽ വൈ ആക്സിസും ഒരേ ഓറിയൻറ്റേഷനിലല്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് വൈ ആക്സിസ് മാത്രം സ്കെയിൽ ചെയ്യാനായിട്ട് സ്കെയിൽ പ്രസ് ചെയ്തതിന് ശേഷം വൈ പ്രസ് ചെയ്താൽ അതിൻ്റെ ഇതിപ്പോൾ ഗ്ലോബൽ വൈ ആക്സിസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടി വൈ പ്രസ് ചെയ്താൽ ഇപ്പോൾ ലോക്കൽ വൈ ആക്സിസ് മാത്രമേ സ്കെയിൽഡ് ആവുന്നതായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ അതേ പ്രൊസീജിയറാണ് ഗ്ലോബൽ ആക്സിസ്, ലോക്കൽ ആക്സിസ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.